CPM വ്യക്തിയാരാധനയെ, ബിംബാരാധനയെ, ബിംബവൽക്കരണത്തെയൊക്കെ തള്ളിപ്പറയുന്ന ഒരു പാർട്ടി ആയതുകൊണ്ടാണ് ഈ വിമർശനത്തിന് തന്നെ ഇടയുണ്ടാകുന്നത്. ഇത്തരം ചില പ്രവണതകൾ ഉണ്ടാകുന്ന സമയത്ത് അതിനെ തള്ളിപ്പറയേണ്ടതല്ലേ പാർട്ടി എന്ന വിമർശന ബുദ്ധിയുള്ള ചോദ്യം പോലും ഉണ്ടാകുന്നത് പാർട്ടി അതിനെ പലതവണ തള്ളിപ്പറഞ്ഞിട്ടുള്ളത് കൊണ്ടും നടപടിയെടുത്തിട്ടുള്ളത് കൊണ്ടും തന്നെയാണ്. ഇപ്പോൾ CPM-ൽ ഉണ്ടാകുന്ന ഈ പ്രവണതയെ, ഇതാ പാർട്ടി സെക്രട്ടറി അടക്കം സൂര്യനാണ് എന്നതടക്കമുള്ള വിശേഷണങ്ങൾ നടത്തുന്നതിനെ BJP എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇടതുപക്ഷത്തിൻ്റെ CPM-ന്റെ ഇത്തരം വിഷയങ്ങളിലല്ല ഇരട്ടത്താപ്പ് പുറത്തു വരുന്നതായിട്ട് മാത്രമേ അതിൽ കാണാനുള്ളൂ. ഇതൊരു പുതിയ പ്രതിഭാസമൊന്നുമല്ല. CPM ഇത്തരത്തിലുള്ള വ്യക്തി ആരാധനയെ അല്ലെങ്കിൽ താരാരാധനയെ തള്ളി പറയാറുണ്ടെന്ന് പറയുന്നത് എപ്പോഴാണ് തള്ളി പറയാറുള്ളത്? CPM എവിടെയൊക്കെ അധികാരത്തിൽ നിന്ന് സ്ഥാനഭ്രഷ്ടരായിട്ടുണ്ടോ അവിടെയെല്ലാം പാർട്ടിയുടെ അപജയത്തിന് കാരണമായി പറഞ്ഞിട്ടുള്ളത് സൈക്കോഫെൻസി തന്നെയാണ്. USSR-ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തകർച്ചയ്ക്ക് കാരണമായി പറഞ്ഞിരുന്നത്, ചൈനയിലെ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദുരവസ്ഥയ്ക്ക് കാരണമായി പറയുന്നത്, നോർത്ത് കൊറിയയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരിഹാസ്യമായിട്ടുള്ള അവസ്ഥയ്ക്ക് കാരണമായി പറയുന്നത്, വെസ്റ്റ് ബംഗാളിൽ 2014 അവിടുത്തെ 2 പ്രധാനപ്പെട്ട നേതാക്കളായിട്ടുള്ള മുല്ലയും സേത്തും അവർ പറഞ്ഞത് ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകരാനുള്ള കാരണം ചില നേതാക്കന്മാരെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ക്ലൗട്ടുകളാണ്, സൈക്കോ ഫാൻസികളാണ്, അവരുടെ വാഴ്ത്തുപാട്ട് സംഘങ്ങൾ, അവരുടെ പല്ലക്ക് ചുമക്കുന്ന സംഘങ്ങൾ മാത്രമായി പാർട്ടി കേഡർമാർ മാറിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഉടനീളമുള്ളതാണ്, ആരാണോ അപ്പോഴത്തെ നേതാവ് ആ നേതാവിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു ഡിക്റ്റേറ്റർഷിപ്പിന്റെ ഒരു ഓറ ഉണ്ടാവാറുണ്ട്. അതല്ലാത്ത ആൾക്കാർ അത്തരത്തിലുള്ള പരിവേഷത്തിലേക്ക് ഉയരാൻ ശ്രമിക്കുമ്പോഴാണ് ഇവർ ഈ പാർട്ടിയാണ് പ്രധാനം, വ്യക്തിയല്ല പ്രധാനം എന്നുള്ള ചാപ്പ വീശാറുള്ളത്. അതല്ലാതെ ആരാണോ ആ സമയത്ത് പാർട്ടിയെ നയിക്കുന്നത്, ആരാണോ ഈ പ്രസ്ഥാനത്തിന്റെ മുഴുവൻ കടിഞ്ഞാണും കയ്യിൽ വെക്കുന്നത്, ആ ആൾക്ക് എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള ഏകാധിപത്യത്തിന്റെ ഡിക്റ്റേറ്റർഷിപ്പിന്റെ അതല്ലെങ്കിൽ ഈ പറയുന്ന വാഴ്ത്തുപാട്ട് സംഘത്തിന്റെ അകമ്പടി ഉണ്ടാവാറുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴൊക്കെയാണ് ഈ പറയുന്ന വാഴ്ത്തുപാട്ടിനെ തള്ളി പറഞ്ഞിട്ടുള്ളത്? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കുന്നതാണ് പിണറായി വിജയന്റെ ഔദ്യോഗിക ഗാനം, കേരള CM ഒഫീഷ്യൽ സോങ് എന്ന് പറഞ്ഞിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടുണ്ട്. തീയിൽ കുരുത്ത കുതിര, കൊടുങ്കാറ്റ് പറക്കുന്ന കഴുകൻ, എന്താണ് സ്വജനപക്ഷവാദികൾക്കിടയിലെ വാദ്യാര്, മാസ്റ്റർ, ഇടതുപക്ഷ പക്ഷികളിലെ ഫീനിക്സ് എന്നൊക്കെ പറഞ്ഞ് ഒരുവിധപ്പെട്ട എല്ലാ പക്ഷി മൃഗാദികളുടെയും സസ്യജാലങ്ങളുടെയും ഒക്കെ വിശേഷണങ്ങൾ. അതിൽ ഞാൻ ശ്രദ്ധിച്ചത് തേക്കുമരമുണ്ട്, വേപ്പുമരമുണ്ട്, ഫിനിക്സ് പക്ഷിയുണ്ട്, കഴുകനുണ്ട്, കുതിരയുണ്ട്, സിംഹമുണ്ട്, പുലിയുണ്ട്, ഇങ്ങനെയുള്ള എല്ലാ ജീവജാലങ്ങളുടെയും വിശേഷണങ്ങൾ പിണറായി വിജയൻ ചാർത്തി കൊടുത്തുകൊണ്ടുള്ള ഒരു പിണറായി വാഴ്ത്തുപാട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഏതെങ്കിലും ഇടതുപക്ഷ ഹാൻഡിൽ അതിനെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? ഔദ്യോഗികമായിട്ട് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന മുഖ്യധാര CPM-ന്റെ പ്രതിനിധികളോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികളോ ഇതിനെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? പിണറായി വിജയന് വേണ്ടിയിട്ടുള്ള ഇത്തരം വാഴ്ത്തുപാട്ടുകളെ മിണ്ടാതെ കേട്ടിരിക്കുകയും അതിനെ ആസ്വദിക്കുകയും ചെയ്യുന്ന മനസ്ഥിതിയാണ് ഈ പറയുന്ന ഏതെങ്കിലും ഒരാൾ പടച്ചുവിടുന്നൊന്നല്ലോ. അപ്പോൾ അല്ലെങ്കിൽ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ഘടകം ഔദ്യോഗികമായി പുറത്തിറക്കുന്ന ഒന്നല്ലോ. അത് ഈ പറയുന്ന പാർട്ടിയുടെ നേതൃത്വത്തിന്റെ ശ്രദ്ധയിലേക്കെങ്കിലും വരേണ്ടതല്ലേ? അല്ല, ഞാൻ പറഞ്ഞത് പാർട്ടി അതിനെ ഡിസോൺ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ആ വീഡിയോ നിർമ്മിച്ചത് പാർട്ടിയുമായി ബന്ധമുള്ള ആളുകളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതെ. കാരണം ആ വീഡിയോയുടെ ലിറിക്സ് എഴുതിയിട്ടുള്ള ആളും സംവിധായകനുമായിട്ടുള്ള നിഷാന്ത് നിള എന്ന് പറയുന്ന ആളുമായിട്ട് ഇന്നലെ ഒരു മാധ്യമ അഭിമുഖം നടത്തിയിട്ടുണ്ട്. ആ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹം DYFIയുടെ ഭാരവാഹിയാണ്, DYFIയുടെ യൂണിറ്റ് പ്രസിഡന്റാണ്, എൻ്റെ ആരാധനാ കഥാപാത്രമാണ് പിണറായി വിജയൻ, എൻ്റെ ഹീറോ ആണ്, എൻ്റെ ഹീറോയിനെ പറ്റി ആരെങ്കിലും മോശം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ രക്തം തിളയ്ക്കും. അതുകൊണ്ട് പിണറായി വിജയനെതിരെയുള്ള എല്ലാ വിമർശനങ്ങളെയും അസാധുവാക്കാൻ വേണ്ടി അദ്ദേഹത്തിനെതിരെ വരുന്ന കല്ലുകളെ പോലും തിരിച്ച് ഞാൻ ആയുധമാക്കിക്കൊണ്ട് എഴുതിയിട്ടുള്ള ഒരു ഗാനമാണ് എന്നാണ് പറഞ്ഞത്. അദ്ദേഹം പാർട്ടിയുടെ ഭാഗം തന്നെയാണ്. ഇത് ദയവായിട്ട് സംഘികളോ കോൺഗ്രസ്സുകാരോ നിർമ്മിച്ചതാണ്, പിണറായി വിജയനെ അപകീർത്തിപ്പെടുത്താനെന്ന് ദയവായി പറയരുത്. ഇത് ഇവരുടെ ആളുകൾ തന്നെ നിർമ്മിച്ചിട്ടുള്ളതാണ്. ഞാൻ ചോദിക്കുന്നത്, ഇതൊരു അപഹാസ്യമായിട്ടുള്ള ട്രെൻഡ് ആണെങ്കിൽ, ഇത് പാർട്ടിയുടെ ലൈനിന് യോജിക്കുന്ന അല്ലെങ്കിൽ ഇതൊരു ശരിയല്ലാത്ത പ്രവർത്തനമാണെങ്കിൽ ഇതിനെ തള്ളി പറയാൻ തയ്യാറായിട്ടുണ്ടോ? ഇപ്പോൾ P. ജയരാജനെ സംബന്ധിക്കുന്ന P. ജയരാജൻ ഭക്തിഗാനം അത് തയ്യാറാക്കിയത് പാർട്ടിയുടെ ഔദ്യോഗിക സംവിധാനമല്ലല്ലോ. അത് മയ്യഴിയിലെ ഗ്രാമസേവാ സമിതി എന്നോ മറ്റോ പറയുന്ന ഒരു സംവിധാനമാണ് തയ്യാറാക്കിയിരുന്നത്. ആ പാട്ട് പുറത്തിറങ്ങിയപ്പോൾ CPM-ന്റെ സംസ്ഥാന സമിതിയിൽ ആ വിഷയം ചർച്ചയായല്ലോ. P. ജയരാജൻ പാർട്ടിക്ക് അതീതനായി വളരാൻ ശ്രമിക്കുന്നു, വ്യക്തി കേന്ദ്രീകൃതമായി ഒരു സംഭവമായി മാറാൻ ശ്രമിക്കുന്നു, ഇത് പാർട്ടിയുടെ ഒരു സംഘടനാ സംവിധാനത്തിനും അച്ചടക്കത്തിനും നിരക്കുന്നതല്ല, ഈ കാര്യത്തിൽ കുറ്റകരമായിട്ടുള്ള മൗനാനുവാദം P. ജയരാജന്റെ ഭാഗത്ത് ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ശക്തമായിട്ടുള്ള വിമർശനം ഉണ്ടായി. ആ കാര്യത്തിൽ ഈ പറയുന്ന പാട്ട് തന്നെ റിമൂവ് ചെയ്യിക്കപ്പെട്ടു. ആ പാട്ടിന്റെ YouTube ലിങ്ക് പോലും ഡിലീറ്റ് ചെയ്യിക്കപ്പെട്ടു. അതൊന്നും ഔദ്യോഗിക സംവിധാനത്തിന്റെ ഭാഗമായി
ആശയവുമായി വന്നതല്ലോ, അന്ന് അതിനെതിരെ വിമർശനം ഉണ്ടായിരുന്നല്ലോ. ഇന്ന് എന്തുകൊണ്ടാണ് ഒരു വിമർശനം പോലും ഇല്ലാത്തത്? പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ചുമതലയിലുള്ള ഏതെങ്കിലും ഒരാൾക്ക് ഇത്തരം പ്രവണതകൾ ശരിയല്ല, നിങ്ങൾ ഇങ്ങനെ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയല്ല ആരാധിക്കേണ്ടത്, ഇവിടെ കേന്ദ്രീകൃത ജനാധിപത്യം എന്ന് പറയുന്ന സംവിധാനമാണുള്ളത്. CPM-ന്റെ തത്വശാസ്ത്രമായിട്ട് പ്രത്യയശാസ്ത്രമായിട്ട് ഇവർ പറയുന്നത് ഈ കേന്ദ്രീകൃത ജനാധിപത്യം എന്നുള്ള ആശയമാണല്ലോ. ആ ആശയത്തിൽ ഇത് നിരക്കുന്നല്ലെന്ന് പറയാൻ ആരെങ്കിലും തയ്യാറാവുന്നുണ്ടോ? അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ബാക്കിയുള്ള സംഘടനകൾ സമാനമായിട്ടുള്ള രീതിയിൽ വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അത് ഇവർക്ക് എടുക്കാവുന്ന ഒരു ഡിഫൻസ് അല്ല. കാരണം ഇവർ സാധാരണഗതികളിൽ ഇത്തരം വ്യക്തി കേന്ദ്രീകൃതത്തിനെതിരെ സംസാരിക്കുകയാണ്. ഏറ്റവും നല്ല ഉദാഹരണം പറയുകയാണെങ്കിൽ VS അച്യുതാനന്ദന്റെ 2006 സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് അന്ന് VS അച്യുതാനന്ദന് വേണ്ടിയിട്ട് കേരളത്തിൽ വലിയൊരു അനുകൂല തരംഗം ഉണ്ടായ സമയത്ത് അത് വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള പ്രചരണമാണ്, ഇതെല്ലാം ഇടതുപക്ഷത്തിന്റെ സംസ്കാരം എന്ന് ശക്തമായിട്ടുള്ള വിമർശനം ഉണ്ടായിരുന്നല്ലോ. 2011 ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾ തങ്ങളുടെ പോസ്റ്ററിൽ VS അച്യുതാനന്ദന്റെ ചിത്രം ഉപയോഗിച്ചപ്പോൾ അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള പിണറായി വിജയൻ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഇതൊരു ശരിയായിട്ടുള്ള പ്രവണതയല്ല എന്ന് പറയുന്ന സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. P ജയരാജനെതിരെ നടപടിയെടുക്കുന്ന സംവിധാനം ഉണ്ടായിട്ടുണ്ടല്ലോ. ഇതെന്തുകൊണ്ടാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വാഴ്ത്തുപാട്ട് വരുമ്പോൾ മാത്രം മിണ്ടാൻ പറ്റാത്തത്? കാരണം പിണറായി വിജയൻ തന്നെയാണ് പാർട്ടി, അയാൾ തന്നെയാണ് പ്രസ്ഥാനം. അതുകൊണ്ട് പ്രസ്ഥാനമാണ് ഏറ്റവും മുകളിൽ, വ്യക്തികളല്ല എന്ന തത്വം പിണറായി വിജയൻ ബാധകമല്ല.